ഇപ്പോഴത്തെ 4-ാം ദിവസം ചൂരൽമലയുടെ ദൃശ്യങ്ങളാണ്. ഈ പ്രഭാതങ്ങൾ ഒരിക്കലും ചൂരൽമലയിൽ ഇങ്ങനെ ആയിരുന്നിട്ടേയില്ല. ഈ അനാഥമാക്കപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളൊഴിഞ്ഞ വീടുകൾ, ഇവിടെ ഒരു തിരക്കുമാർക്കുമില്ല അല്ലേ, മനുഷ്യരേ ഇല്ലാതെ പൂർണ്ണമായിട്ടും രക്ഷാപ്രവർത്തകരല്ലാതെ മറ്റാരുമില്ലാത്ത സ്ഥലങ്ങളാണ്. നോക്കൂ, ആ വീടുകളിലേക്ക് എത്ര മനുഷ്യരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞവരാ. ഒരിക്കലും ചൂരൽമലയിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ചില വീടുകളിൽ ഈ മഴയുണ്ടാകുമ്പോൾ ബന്ധുക്കളെല്ലാം കൂടി ഒരു വീട്ടിൽ മാറും. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അവന്തികയുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. ബന്ധുക്കളെല്ലാവരും ചേർന്ന വീട്ടിൽ 9 പേരായി. ആ വീട്ടിൽ ഉള്ള അംഗങ്ങളെ കൂടാതെ ബാക്കിയുള്ളവരും കൂടി ചേർന്ന് 9 പേരായി. അപ്പോൾ ആ 9 പേർ ഒന്നിച്ചങ്ങ് പോവുകയാണ്. അതുപോലെ അപകടം, മഴ ശക്തമായപ്പോൾ വീട്ടിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ടും അമ്മ പോകാതിരുന്ന ഒരു മകൻ പറയുന്നുണ്ട്. വീട്ടിൽ നായയുണ്ട്, അപ്പോൾ നായയൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ അപ്പുറത്തേക്ക് വരുന്നില്ല, മകൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ മകൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വീടിൻ്റെ ഭാഗത്ത് ഒരു തറ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് അമ്മയും നായയും എല്ലാം പോയി. ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, ഒരു പ്രദേശത്തെ മനുഷ്യർ വളരെ സന്തോഷത്തോടു കൂടി ഒത്തുചേർന്നിരുന്ന ഇടങ്ങളാണ്. ആ ഇടങ്ങളുടെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ മനുഷ്യരും ആ വീടും പരിസരവും എല്ലാം ഉപേക്ഷിച്ചിപ്പോൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ജനൽ ചില്ലകൾ നോക്കൂ, ആ വീടിൻ്റെ താഴത്തെ ഫ്ലോറിൽ പൂർണ്ണമായിട്ടും മണ്ണും ചെളിയും അടിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. ഇത് ദുരന്തം കഴിഞ്ഞ് 4-ാം ദിവസമുള്ള ദൃശ്യമാണ്. അപ്പോൾ രാവിലെ അന്നത്തെ ദിവസം എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ പലരെയും മനുഷ്യരെ തിരിച്ചു കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഇവിടെ കിടന്നുറങ്ങിയിരുന്ന മനുഷ്യർ ഈ വാതിലുകൾ പൊളിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ടാവാം. പുറത്തിറങ്ങി നിന്നവരെ വലിയ രീതിയിൽ വന്ന വെള്ളം എടുത്തു പോയിട്ടുണ്ടാവാം. അവരൊക്കെ കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. വലിയ തളിക്കുമ്പാരം കണ്ടില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് അല്ലേ, മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ ലൈവാത്തോണാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ കരയിച്ച് ഈ വലിയ ദുരന്തത്തിൻ്റെ ഒപ്പം കരങ്ങൾ നീട്ടുന്ന രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ റിപ്പോർട്ടറും പങ്കാളികളാവുകയാണ്. പുഞ്ചിരിമട്ടം മുതൽ ചാലിയാർ വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ടി വി പ്രസാദും VS രഞ്ജിത്തും ആർ ശ്രീജിത്തും അർജുൻ കല്യാടും അല്ലമീനും അർജുൻ മട്ടന്നൂരും സുജയ പാർവതിയും ദീപക് മലയമ്മയും റോഷിപ്പാലും സിനോജ് തോമസും അടങ്ങുന്ന നമ്മുടെ വാർത്താസംഘം വിവിധ ഇടങ്ങളിൽ നിന്ന് തത്സമയം രക്ഷാപ്രവർത്തകർക്കൊപ്പം നേതൃത്വം നൽകിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.